സുരേഷ് ഗോപി തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് മത്സര സമയത്ത് തന്നെ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഒരു സ്വർണ്ണ കിരീടം മാതാവിന് സമർപ്പിച്ച കാര്യങ്ങളിൽ അതും അറിയാമല്ലോ. അതിനുശേഷം ഏതെങ്കിലും ക്രിസ്തീയ ദിനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം ഈ സമൂഹത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഈ കൂട്ടർ എടുത്തുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ BJPയുടെ നേതാക്കൾ എല്ലാ അരമനകളും കയറി അഭിബന്ധ്യ തിരുമേനിമാരെ കണ്ട് വന്നിച്ച് വോട്ട് ചോദിച്ച് പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. എന്നാൽ ഇത് രണ്ട് കന്യാസ്ത്രീമാരെ നമ്മൾ കേരളത്തിലും ലോകത്തോ കേട്ടിട്ടില്ലാത്ത രൂപത്തിൽ അവരോട് പെരുമാറുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യം കിട്ടാത്ത വകുപ്പുകളിട്ട് ജയിലിലടച്ചിരിക്കുകയാണ്. CPMന്റെ പാർലമെൻറ്റ് മെമ്പർമാർ അവരെ കാണാൻ വേണ്ടി പോയി. ഇന്നലെ അനുമതി നിഷേധിച്ചു. ഇന്ന് കണ്ടപ്പോൾ ആ സഹോദരിമാർ സിസ്റ്റേഴ്സ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഈ അവസ്ഥയിൽ പോലും കേന്ദ്ര സഹമന്ത്രിമാരായ 2 പേരുണ്ട് ഇവിടെ കേരളത്തിൽ. ഒരൊറ്റ അക്ഷരം പോലും അവർ വേണ്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് മത്സര സമയത്ത് തന്നെ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഒരു സ്വർണ്ണ കിരീടം മാതാവിന് സമർപ്പിച്ച കാര്യങ്ങളിൽ അതും അറിയാമല്ലോ. അതിനുശേഷം ഏതെങ്കിലും ക്രിസ്തീയ ദിനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം ഈ സമൂഹത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഈ കൂട്ടർ എടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ മതേതര മനസ്സ് ഈ സമൂഹത്തോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.